വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടൊമാറ്റോ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടൊമാറ്റോ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുക്കുന്നത്. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻ്റാണ് ഇതിലേക്ക് വേണ്ടത്. ഒരു 6 പച്ചമുളക് എടുക്കുന്നുണ്ട്, അതുപോലെ ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുക്കുന്നുണ്ട്, ഒരു 7 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, പിന്നെ തൈരും എടുക്കുന്നുണ്ട്. നമുക്ക് ഈ 3 കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മസാല നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റിന് വെക്കണം. ഇത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുള്ള മസാല അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ചിക്കനിൽ പേസ്റ്റ് പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. എങ്കിലേ ചിക്കനിൽ നന്നായിട്ട് ആ പേസ്റ്റൊക്കെ പിടിക്കുള്ളൂ. പേസ്റ്റ് തേച്ച് വെച്ച ചിക്കന് നമ്മൾ മാറ്റി വെച്ചിരുന്നു. അതെടുത്ത് നമുക്കിനി പൊരിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലിപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. രണ്ട് തവണയായിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് ടേസ്റ്റ് കൊടുക്കാം. ചിക്കനൊക്കെ ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 തക്കാളിയാണ് എടുക്കുന്നത്. 2 വലിയ തക്കാളിയും പിന്നെ ഒരു ചെറിയ തക്കാളിയും എടുക്കുന്നുണ്ട്. ഇത് വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. തക്കാളി ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ഈ തക്കാളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഇത് വറ്റിയിട്ട് നല്ലോണം ഈ ചിക്കനിലൊക്കെ ഈ പേസ്റ്റ് പിടിക്കണം. നമ്മുടെ ടൊമാറ്റോ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആ പേസ്റ്റൊക്കെ തക്കാളിയുടെ പേസ്റ്റൊക്കെ നല്ലോണം അതിൽ പിടിച്ചിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു പരുവം പറയുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനിത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ടൊമാറ്റോ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.